വന്നു അപ്പൊ ഇത്ര ചെറുതിലാണെങ്കിൽ മാംഗോസിന് ഉണ്ടായി നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊരു വലിയ കാര്യമാട്ടെ, കാരണം ഇതൊരു 80 years ഒക്കെ ആണെങ്കിൽ വരും ഇങ്ങനത്തെ പ്ലാന്റിലൊക്കെ ആണെങ്കിൽ ഫ്രൂട്ടിങ് ആണെങ്കിൽ വരാനായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള തൈകൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എത്രയൊക്കെ വരും ഏകദേശം? ഇത് ഒരു 70-90 ഇടയ്ക്കായിട്ട് വരും സാധാരണ. ബഡ് പ്ലാന്റ്സ് ആണ് ഇരിക്കണേ. അപ്പൊ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അധികം റേറ്റ് ഒന്നും ആണെങ്കിൽ വരുന്നില്ല അല്ലെ. 170 ആ പറഞ്ഞ പ്രൈസ് റേഞ്ചൊക്കെയാണ് വരുന്നത്. വലിയ പ്ലാന്റ് ആണ് അല്ലെ. വലിയ പ്ലാന്റ് അതെ, ഹോം ഗ്രോണിന്റെ ബ്രാൻഡ് ആണ് ബ്രാൻഡ്. ഇപ്പൊ അതിനാണെങ്കിലും അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. ഏകദേശം ഒരു 600 രൂപയ്ക്ക് ഉണ്ടാവും. ഇല്ല, 450 രൂപയുള്ളൂ. നമ്മള് മിൽക്ക് ഫ്രൂട്ട് അല്ലെ. മിൽക്ക് ഫ്രൂട്ട് കായുണ്ട് അല്ലെ. പൂവാണത്, കായ ആവണല്ലോ. ഇതിപ്പോ അധികം ഇയേഴ്സ് ഒന്നും വേണ്ട, ഇപ്പൊ തന്നെ ഉണ്ടാവും. എല്ലാവർക്കും കൃഷിഭൂമിയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മൾ കുറച്ച് കമന്റ്സ് ആണെങ്കിൽ ശ്രദ്ധിച്ചിരുന്നു, കല്ലട ഗാർഡൻസിനാണെങ്കിൽ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടാണെങ്കിൽ. അപ്പോൾ നമ്മളിന്ന് മണ്ണുത്തിയിലോട്ടാണ് വന്നിട്ടുള്ളത്. മണ്ണുത്തിയിലോട്ടുള്ള കല്ലട ഗാർഡൻസിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയ്ക്കകത്താണെങ്കിൽ പോയിട്ടാണെങ്കിൽ നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് ഇനാബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തേക്ക് ആദ്യം തന്നെ എത്തുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പോയിട്ടാണെങ്കിൽ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് നിൽക്കുന്നത്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വെള്ളാനിക്കര അല്ലെ. വെസ്റ്റ് വെള്ളാനിക്കര. ഓക്കെ. അപ്പോൾ വെസ്റ്റ് വെള്ളാനിക്കരുള്ള കല്ലട ഗാർഡൻസിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെ. അപ്പോ ചേട്ടൻ ഇത് എത്ര നാളുകളായിട്ട് തുടങ്ങിയിട്ടുണ്ട്? ഇത് 25 കൊല്ലത്തിലധികമായി. 25 കൊല്ലത്തിനധികമായി. അപ്പൊ ഈ ലൊക്കേഷൻ ഒന്നുകൂടി ചേട്ടനാണെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. അപ്പൊ ഇത് ഇപ്പൊ മണ്ണുത്തിന്ന് വടക്ക് വശം വരും, ഒരു 2 കിലോമീറ്റർ ദൂരം ഉണ്ട്. പടിഞ്ഞാറ് വെള്ളാനിക്കര, വെസ്റ്റ് വെള്ളാനിക്കര. അപ്പൊ പടിഞ്ഞാറ് അയ്യപ്പങ്കാവ് അമ്പലമാണ് ഇത് കാണുന്നത്. അതിന്റെ മുന്നിലായിട്ട്. അപ്പൊ അയ്യപ്പങ്കാവ് അമ്പലത്തിന്റെ ഏകദേശം ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു നഴ്സറി വരുന്നത്, കല്ലട ഗാർഡൻസ് വരുന്നത്. അതെ. അപ്പോ നമ്മളൊരു 25 years ആയിട്ടാണെങ്കിൽ തുടങ്ങിയിട്ടുണ്ട് അല്ലെ. അതെ. അപ്പൊ ചേട്ടന്റെ പേര് ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് ഗോപി, കല്ലട ഗോപി എന്ന് പറയും, കല്ലട ഗാർഡൻസ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മള് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള കുറച്ചധികം ആൾക്കാർ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയിരുന്നു. പല വീഡിയോയിൽ ഇങ്ങനെ കമന്റുകൾ കണ്ടിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളൊരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ടാണെങ്കിൽ വന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടുത്തെ വീഡിയോ ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പോണത് അല്ലെ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഇതിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പ്ലാവിന്നാണ് തുടങ്ങാം അല്ലെ. കൂടുതലും നമ്മുടെ നാട്ടിലെ ആളുകൾ പ്ലാവാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ ആൾക്കാർക്ക് കൂടുതൽ സെയിലും ഇത് തന്നെയാ. വിയറ്റ്നാം സൂപ്പർ എർലി 1 കൊല്ലം കൊണ്ട് ചക്ക ഉണ്ടാവും. കൊല്ലത്തിൽ 3 തവണ ഉണ്ടാവും. അതൊക്കെയാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ. അപ്പൊ നമ്മളിത് ഒരു ഇവിടെ ഇരിക്കുന്ന തൈകളൊന്നും എടുക്കാട്ടോ. അത്യാവശ്യം ചെറിയ തൈകളിലാണ്, എന്നാൽ അതിനകത്ത് ക്വാളിറ്റി ഉള്ള തൈകൾ അല്ലെ. ഇപ്പൊ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ബഡ് തൈകളാണ് അല്ലെ, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബഡ് തൈകളാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള തൈകൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എത്രയൊക്കെ വരും ഏകദേശം? ഇത് ഒരു 70-90 ഇടയ്ക്കായിട്ട് വരും. സാധാരണ ഒരു ആവറേജ് 80 ആവറേജ് റേറ്റ് ഒക്കെ ആണെങ്കിൽ. ചിലതിനൊക്കെ ഇത്തിരി വളർച്ച കുറവ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സൈസ് ആണെങ്കിൽ അതിനനുസരിച്ച് കുറയും. നന്നായി പുഷപ്പ് ഇത്തിരി വലിയ കവറിലൊക്കെ ആണെങ്കിൽ. ഓക്കെ. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള തൈകളൊക്കെ കൊണ്ടുപോയി എത്ര നാൾ കൊണ്ടൊക്കെ നമുക്ക് ആണെങ്കിൽ റിസൾട്ട് ഒക്കെ എടുക്കാം? ഇതൊക്കെ 1 കൊല്ലം കൊണ്ട് ചക്ക ഉണ്ടാവുന്നതാണ്. ആദ്യത്തെ കൊല്ലത്തെ ചിലപ്പോ കഴിക്കാൻ തക്കണ വലുപ്പത്തിൽ കിട്ടിയെന്ന് വരില്ല. രണ്ടാമത്തെ കൊല്ലം തൊട്ട് ഷുവറായിട്ടും കിട്ടും. ചേട്ടാ, ഇതിപ്പോ ഒരു മാവിന്റെ പോലത്തെ ഒരു ടൈപ്പ് തൈയാണല്ലോ. ഇത് ഏത് വരുന്നത് നമുക്ക് ഈ തൈ ആണെങ്കിൽ? ഇതൊരു മെഡിസിനൽ വാല്യൂ ഉള്ളതാ. ഇത് ഷുഗറിന് ഇതുമേ തക്കാളിമാരി ഒരു പഴം ഉണ്ടാവുക, അത് ചെത്തി ഉണക്കി പൊടിച്ച് വെള്ളം വെച്ച് കുടിച്ചാൽ ഷുഗർ നന്നായി കുറയും. അങ്ങനത്തെ ഒരു ടൈപ്പ്. ഇതിന്റെ പേര് മക്കോട്ട ദേവ. മക്കോട്ട ദേവ എന്നാണ് ഇതിന്റെ പേര്. ഇത് എങ്ങനെയാ നമുക്ക് ഇങ്ങനത്തെ പ്ലാന്റ് റേറ്റ് വരുന്നത്? ഇങ്ങനത്തെ പ്ലാന്റ് ഇതിന്റെ ഇതൊക്കെ ആവുമ്പോ ഒരു 75 രൂപ 80 രൂപ. ഇതിന്റെ ചെറുതുണ്ട് 50 രൂപ റേഞ്ചിലൊക്കെ. അത് 100 രൂപ വരും. ഇതിന്റെ മേലിലാണെങ്കിൽ ഇപ്പൊ ഓൾറെഡി അത് തന്നെ വേഗം ഉണ്ടാവും. അതന്നെയാണ് അതിന്റെ കായ. അത് വലുതാ, ഒരു തക്കാളിയുടെ വലിപ്പം വരും അല്ലെ. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വലിപ്പമുള്ള ഒരു പ്ലാന്റ് അല്ലെ. പക്ഷെ മരുന്ന് നിർത്താനൊക്കെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടൊക്കെ നിർത്താൻ പറ്റുള്ളൂ. കാരണം അതിന്റെ ഓരോ ബോഡിക്കും ഓരോ രീതിയിലാവും അതൊക്കെ പെരുമാറുക. ഇപ്പൊ എന്തായാലും ഡോക്ടറെ നിർദ്ദേശം അനുസരിച്ചിട്ടൊക്കെ മരുന്ന് നിർത്തേണ്ട കാര്യമൊക്കെ ആലോചിക്കാൻ പറ്റുള്ളൂ. ഷുഗർ കുറയുന്നുള്ളത് തീർച്ചയാണ്. നമ്മള് സപ്പോർട്ടയിലേക്കാണെങ്കിൽ വന്നിട്ടുണ്ട് അല്ലെ. കൂടുതലും നമ്മുടെ നാട്ടിലെ ആൾക്കാര് പിന്നെ കൂടുതലും നോക്കണ ഒരു പ്ലാന്റ് ആണ് സപ്പോർട്ട ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ സപ്പോർട്ടയിൽ നമ്മളിപ്പോ ഇത് ഏത് ടൈപ്പാണ് വരുന്നത്? ഇത് ബനാന സപ്പോർട്ടാന്ന് പറയും. ബനാന സപ്പോർട്ട. ഇപ്പൊ ഇതേമാതിരി കണ്ടോ, ബനാന മാതിരിയാണ്.
നീളത്തിൽ വരിക. ഇത്രയൊക്കെ തന്നെ നേന്ത്രപ്പഴത്തിന്റെ അത്രയൊന്നും നീളല്ല, എന്നാലും ഒന്ന് നീളത്തിൽ തന്നെയാണ് ബനാന സപ്പോർട്ടാന്ന് പറയുന്നത്. ഇതൊക്കെ എല്ലാം പൂവും കായും ഒക്കെ ആയി തുടങ്ങി തന്നെയല്ല. അപ്പൊ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ്. ഇതൊക്കെ എങ്ങനെ ഏകദേശം റേഞ്ച് വരുന്നത്? ഏകദേശം ഇപ്പൊ സെയിലിനല്ല, ഇത് ഞാൻ കവർ മാറ്റി ഇത്തിരി കൂടി ബുഷായിട്ട് സെയിലിൽ നിന്ന് വിചാരിച്ചിട്ടാ കൊടുക്കണേ. ഇത്ര എന്തൊക്കെയാണ് 200-250 റേറ്റ് ഉണ്ട്. കുറച്ചുകൂടി നന്നാക്കിട്ട് കൊടുക്കാൻ. അതെ അതെ അതെ. അതുപോലെ തന്നെ ഇവിടെ നോർമല് ഇത് സാധാരണ സപ്പോർട്ടാണ്. സാധാരണ സപ്പോർട്ടാണ്, അതായത് ക്രിക്കറ്റ് ബോൾ സപ്പോർട്ട് അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണെങ്കിലും ചെറിയ പ്ലാന്റ് ആണ്. ഇതൊക്കെ ചെറിയ പ്ലാന്റ്, അതിനനുസരിച്ച് വില കുറയും. 60 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. വലുതാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതെ, ഇതൊക്കെ കവർ മാറ്റി ചെയ്ത് പിന്നെ വലുതായി ഒന്ന് ആൾക്കാർക്കൊക്കെ ഇംപ്രഷൻ വരുന്ന രീതിയിലാക്കിയിട്ട് തന്നെ കൊടുക്കുക. ഓക്കെ, ഇവിടേക്ക് വരുമ്പോ കുറച്ചുകൂടി വലിപ്പമുള്ള പ്ലാവാണെങ്കിൽ ഇരിക്കുന്നുണ്ട്. ഇതൊരു പുതിയ വെറൈറ്റി പ്ലാവാ. ഓക്കെ, AVRK എന്ന് പറഞ്ഞ ഒരു പ്ലാവാണിത്. വിൽപ്പന തുടങ്ങിയിട്ടില്ല. അത് ഇതിന്റെയൊക്കെ കമ്പ് എടുത്തിട്ട് ബഡ് ചെയ്ത് ഇവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടാണ് കൊടുക്കുക. ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അഴിച്ച് പിടിച്ചോന്ന് നോക്കി അതിന് ശേഷമാണ് കൊടുത്തു തുടങ്ങാറുള്ളൂ. ഒരു 2 മാസത്തിനുള്ളിൽ സെയിലാവും. അതെ, പുതിയൊരു വെറൈറ്റിയാ. ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ്. മാവുകളിലാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു ടൈപ്പാണ് കാലാപ്പാടി. അപ്പൊ ഇതിന്റെ ഇലകളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് ഇത് മനസ്സിലാക്കാം കാലാപ്പാടി തൈകളാണെന്നുള്ളത് അല്ലെ? അപ്പൊ ഒരിക്കലും നമ്മൾ ഇതിന്റെ ഒരു ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ തന്നെ കൊണ്ടു വയ്ക്കാൻ ടേസ്റ്റാ. ഏറ്റവും നല്ല എന്നെ സംബന്ധിച്ച് എന്റെ അനുഭവത്തിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ, നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാണ് കാലാപ്പാടി. താരതമ്യേന പുഴുക്കേട് കുറവാ, ഉണ്ടാവും, അത്യാവശ്യം ഉണ്ടാവുള്ളൂ. മറ്റു മാവുകളുടെ മാതിരി പുഴുക്കേട് ഇതിന് അത്ര അധികം ഉണ്ടാവില്ല. അപ്പൊ ഇത് അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ്. നമുക്ക് അടുത്ത കൊല്ലത്ത് ഇതെല്ലാം ഷുവറായിട്ടും മാങ്ങയുണ്ടാവും. ഓക്കെ, ഇതൊക്കെ നമ്മൾ എത്ര രൂപ ഉള്ള തൈകളൊക്കെയാണ് ഇതിപ്പോ ഇതും കാരണം ഈ സീസണിൽ മാങ്ങ ഉണ്ടാവുന്ന സീസണിൽ ആരും ഇത് അധികം സെയിൽ ചെയ്യില്ല. എന്താ വെച്ചാൽ ഇത്തിരി കൂടി വലിയ കവറിലേക്ക് മാറ്റി ഇത്തിരി അകലത്തിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാം പൂക്കും ചെയ്യും. മാങ്ങയായി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ ഇരട്ടി വില കിട്ടും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇത് ആവാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നല്ല തൈകളാണെങ്കിൽ ഇവിടെ ഉണ്ട്, ആവശ്യക്കാര് വരികയാണെങ്കിൽ. അല്ല, അത് കൊടുക്കും. അല്ല, ഇത് കൂടുതലുണ്ട് എനിക്ക് ഇവിടെ, അവിടെ 2, 3, 4 സ്ഥലത്തായിരിക്കുന്നുണ്ട്. ഒരു 1000-2000 തൈയോളം ഇരിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കൊരു വലിപ്പമുള്ള തൈകൾ ഇപ്പൊ ഏകദേശം ഇത്രയൊക്കെ പോകുന്ന ഇപ്പോഴത്തെ നിലയ്ക്ക് 400 രൂപ റേഞ്ച് ആണ്. കുറച്ചുകൂടി നല്ലതായി പൂത്ത് ഒരു മാങ്ങയായി തുടങ്ങി ഒരു 1000 രൂപയൊക്കെ കിട്ടും. അത്ര റേഞ്ച് ആണെങ്കിൽ പോകും. കാരണം നല്ലൊരു ടൈപ്പ് തൈയാണ് കാലാപ്പാടി. മാങ്ങ തൈകൾ നോക്കണവര് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയുള്ള ഏറ്റവും നല്ലൊരു മാങ്ങ തന്നെയാണ്. അപ്പോ ഗോപി ചേട്ടാ, നമ്മളവിടെ നോക്കുമ്പോ നമ്മളെ കടച്ചൊക്കെ കാണുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ അതിന്റെ തൈകളാണെങ്കിലും കാണുന്നുണ്ട്. അപ്പൊ ഇതിന്റെ തൈകളല്ല, അത് കടപ്ലാവിന് കുരുവില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാലത്തും തൈ ഉണ്ടാവില്ല. ലെയർ ചെയ്തെടുക്കണത്. അപ്പൊ അതുമെന്നും എടുക്കും. അതിന്റെ തന്നെ ഇതേമാതിരി തൈകൾ താഴെ വെക്കും, എന്നിട്ട് വീണ്ടും അതിൽ നിന്ന് ലെയർ ചെയ്തെടുക്കും. അത്ര വലിയ ആവുമ്പോ എടുക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അതിന്റെ തന്നെ എടുത്തിട്ട് പിന്നെ താഴെ വെച്ചിട്ട് അതിൽ നിന്ന് വീണ്ടും ലെയർ. നമ്മൾ വീട്ടാവശ്യങ്ങൾക്ക് കൊണ്ടുപോയിക്കാനൊക്കെ ആയിട്ട് പറ്റുന്ന നല്ല ടൈപ്പ് ഒരു എന്താ പറയാ തൈയാണ് കടപ്ലാവ് അല്ലെ? കടച്ചക്കയുടെ ആണെങ്കിൽ. ഇപ്പൊ കടച്ചക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാ റേറ്റ് ഒക്കെ ആണെങ്കിൽ വരുന്നത് ഏകദേശം? ഇതിനോ ഇതൊരു 100-120 ആ റേഞ്ചൊക്കെയാണ് വരുന്നത് അല്ലെ? ചേട്ടാ, നമ്മളിപ്പോ ഞാവലി അല്ലെ, നല്ല ഞാവലിന്റെ തൈകളാണെങ്കിൽ കാണുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഇത് ഇപ്പൊ ഇതിൽ പലതിനും ചിലപ്പോ പൂവുള്ളത് കാണും. പൂവുള്ളത് ആദ്യം തന്നെ സെയിലായി പോലോ. സ്റ്റോക്കിൽ പൂവുള്ളത് ചിലപ്പോ കാണാൻ കുറവുണ്ടാവുള്ളൂ. ഇതിലാണെങ്കിൽ എങ്ങനെയാ ഇതിന്റെ ഫ്രൂട്ടിനാണെങ്കിൽ ഇതിന്റെ ഫ്രൂട്ട് ഭയങ്കര വലുപ്പമാണ്. ഒരു ചെറിയ പേരക്കായുടെ അത്രയൊക്കെ ഉണ്ടാവും. 30 ഗ്രാം ഒക്കെ ഉണ്ടാവും ഒരു ഫ്രൂട്ട്. ടേസ്റ്റിയാണ്. അപ്പൊ ഇതിനെ എങ്ങനെയാ റേറ്റ് ഒക്കെ ആണെങ്കിൽ ഇത്രയും പോകുന്ന തൈ ആണെങ്കിൽ ഇത് ഒരു 300 രൂപയുടെ മുകളിൽ വരും. 300-350 ആ റേഞ്ചിൽ വരും. അത്യാവശ്യം അടിപൊളി പ്ലാന്റ് ആട്ടാ. ഇത്രയും വലിപ്പാണെങ്കിൽ വരുന്നുണ്ട് അല്ലെ? നല്ല പ്ലാന്റ്, നല്ല ഇലകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ ഇവിടേക്ക് വന്നപ്പോഴാണെങ്കിൽ ഒരു തൈയാണെങ്കിൽ കാണുന്നുണ്ട് അല്ലെ? ഇത് ചേട്ടാ, ഇത് എന്ത് തൈയാണ്? ഇത് മുള്ളാത്താന്ന് പറയും. മുള്ളാത്ത എന്താണ് ഇതിന്റെ ഒരു പർപ്പസ്? ഇത് നമ്മുടെ ക്യാൻസർ രോഗികൾക്കൊക്കെ കൊടുക്കുന്നതാണ്. ഇത് എങ്ങനെ? പഴം ഉണ്ടല്ലോ, പഴമാണ് കൊടുക്കുക. ക്യാൻസറിന് ഇഞ്ചക്ഷനൊക്കെ തുടങ്ങി. എന്താ പറയാ, എന്താ പറയല്ലോ, ഫസ്റ്റ് സ്റ്റേജ്. അല്ല, അതിന് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോ അപ്പൊ അതിന്റെ റിയാക്ഷൻ ഉണ്ടാവും.
അപ്പൊ അതിനൊക്കെ കൊടുക്കുന്ന ഒരു മരുന്നാണ്. വലിയ റേറ്റും ഇല്ലല്ലേ? ഇത് ചില സമയത്ത് ഇത് കിട്ടാനുണ്ടാവില്ല, അന്നൊക്കെ റേറ്റ് ഉണ്ട്. ഇപ്പൊ ധാരാളം കിട്ടുന്ന ടൈമാണ്. ഇപ്പൊ ഇത് ഒരു തൈന് 20 രൂപയുള്ളൂ. 20 രൂപ റേറ്റ് ഒക്കെ വരുന്നുള്ളൂ. അത്രേ വരുന്നുള്ളൂ. അപ്പൊ നമ്മള് റംബൂട്ടാനിക്കാണെങ്കിൽ വന്നിട്ടുണ്ട് അല്ലെ? റംബൂട്ടാനിക്കാണെന്നുണ്ടെങ്കിൽ NIT പ്ലാന്റ് ആണ് തോന്നുന്നത് അല്ലെ? അതെ, NIT തന്നെ. NIT പ്ലാന്റ് ബഡ് പ്ലാന്റ്സ് ആണല്ലോ? ബഡാണ്. ബഡാണ്. ഇതിലാണ് ബഡ് കണ്ടോ? ഓക്കെ ഓക്കെ, ബഡ് പ്ലാന്റ്സ് ആണ് ഇരിക്കണേ. അപ്പൊ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അധികം റേറ്റ് ഒന്നും ആണെങ്കിൽ വരുന്നില്ല അല്ലെ? 170 ആ പറഞ്ഞ പ്രൈസ് റേഞ്ചൊക്കെയാണ് വരുന്നുള്ളൂ. അപ്പൊ ഇതുപോലുള്ള പ്ലാന്റുകൾ കൊണ്ടുപോകുന്ന നന്നായി പരിചരിച്ചാണെങ്കിൽ വെക്കണം. ഇത് കാര്യങ്ങൾ കൊടുക്കണം. ഇത് മാവ് ഒരു സ്പെഷ്യൽ മാവാണ്. മാവില്ലേ? ഇത് എന്ത് ടൈപ്പ് മാവ്? കോശേരി. കോശേരി അല്ലെ? കോശേരി മാവ്. കോശേരി മാവാണ് അല്ലെ? 2 കിലോ ഉണ്ടാവും ഒരു മാങ്ങ. കോശേരിയുടെ അത്ഭുത ഇല്ല, അത് 2 കിലോനകള് 100 ഗ്രാം കൂടുള്ളൂ. അത്രയും നല്ല മാവാ. 3 മാസത്തെ മൂപ്പ് കൂടുതൽ അതിന്. ഓഗസ്റ്റ് ലാസ്റ്റിലേക്ക് ഒക്കെ ശരിക്കുള്ള മൂപ്പായി കിട്ടുള്ളൂ. ഇത് എങ്ങനെ വരുന്നേ? കോശേരിക്കാണെങ്കിൽ അതൊരു 150 രൂപയ്ക്ക് വരുന്നു. അപ്പോ നമ്മളിവിടെ നോക്കുമ്പോ ജബോട്ടിക ആണെങ്കിൽ കാണുന്നുണ്ട് അല്ലെ? ഇത് ഏത് ടൈപ്പാണ് നമ്മൾ ജബോട്ടിക? ഇത് റെഡ് ഹൈബ്രിഡ്. ഓക്കെ. അപ്പൊ റെഡ് ഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം ഇരിക്കുന്നത് 2 കൊല്ലം കൊണ്ടൊക്കെ ആവില്ല? അത് ആവും, ധൈര്യമായിട്ടാവും. അപ്പൊ ഇപ്പൊ ഉള്ള ഇരിക്കുന്ന ഈ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഏകദേശം എത്ര രൂപയാണ്? ഇതൊക്കെ ഒരു 300 രൂപയൊക്കെ വരും. 300 റേഞ്ച്. പിന്നെ ആദ്യം ഇത് കൂടുതലുണ്ടായിരുന്നു, ഇപ്പൊ വില കുറഞ്ഞതാണ്. 400-450 ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഒരു മിഡ് ലെവൽ പ്ലാന്റ് ആണെങ്കിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനത്തെ പ്ലാന്റ് അതുമൊക്കെ ഈ കൊല്ലം ഉണ്ടായിരുന്നു, കായുണ്ടായി. അതൊക്കെയാണെങ്കിൽ ഒരു 2000-ന്റെ അടുത്തേക്കാണ് വരും. അതൊക്കെ വരും. എത്ര റേഞ്ച് വരും മിഡ് ലെവലിലേക്ക് ആകുമ്പോൾ? അപ്പൊ അത്യാവശ്യം വിലയുള്ള ഒരു പ്ലാന്റ് ആണ് ജബോട്ടിക ആണെങ്കിൽ. അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ്. അതെ അതെ. അപ്പൊ ജബോട്ടിക തന്നെ നമ്മൾ എടുത്തൊരു വെറൈറ്റി അല്ലെ? പ്രിക്കോഷിയ മോഡലാണ്. പ്രിക്കോഷിയ ടാഗ് ഉണ്ട്. പ്രിക്കോഷിയ അല്ലെ? പ്രിക്കോഷി ആണെങ്കിലും ആ പറഞ്ഞ റേറ്റ് തന്നെയാണ് വരുന്നത് അല്ലെ? ഒരു വിലയൊക്കെ സെയിം റേറ്റ് വരുന്നത്. ചെറു പ്ലാന്റ്സ് ആണെങ്കിൽ ഈ റേറ്റ് ആണ് വരുന്നത്. ഇനി ചേട്ടാ, ഇപ്പൊ നമ്മള് മാംഗോസ്റ്റീൻ ആണെങ്കിൽ വന്നു. അപ്പൊ ഇത്ര ചെറുതിലാണെങ്കിൽ മാംഗോസ്റ്റീൻ ഉണ്ടായി നിൽക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതൊരു വലിയ കാര്യമായിട്ട്, കാരണം ഇതൊരു 80 years ഒക്കെ ആണെങ്കിൽ വരും. ഇങ്ങനത്തെ പ്ലാന്റിലൊക്കെ ആണെങ്കിൽ ഫ്രൂട്ടിങ് ആണെങ്കിൽ വരാനായിട്ട്. അപ്പൊ ഇത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഇപ്പൊ അത് എന്ത് ടൈപ്പ് ഗ്രാഫ്റ്റിനാണ് ചെയ്തിരിക്കുന്നത്? ഇത് സ്റ്റോൺ ഗ്രാഫ്റ്റ് എന്ന് പറയും. സ്റ്റോൺ ഗ്രാഫ്റ്റ്. ഓക്കെ. അപ്പൊ നമുക്കാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ മേലിലൊക്കെ ആണെങ്കിൽ ഫ്രൂട്ടായി ഉണ്ടാക്കി നിൽക്കുന്നുണ്ട് അല്ലെ? ഉണ്ട്, ധാരാളം ഉണ്ടല്ലോ. 8-10 ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതിന്റെ പ്ലാന്റുകൾ നമ്മൾ ചെറിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് അല്ലെ? ഇതിന്റെ ചെറിയ പ്ലാന്റ്സ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ ആകുമ്പോൾ നല്ല റേറ്റ് ആണ്. അതൊക്കെ വില കൂടും. ചെറിയ പ്ലാന്റ് 330 രൂപയ്ക്ക് വരും. ആ റേഞ്ച് ഉള്ളൂ. ഇങ്ങനത്തെ പ്ലാന്റുകൾ എന്ന് പറയുമ്പോൾ 2 years ആകുമ്പോഴേക്കും നമുക്ക് റിസൾട്ട് കിട്ടി. ഏകദേശം 8 years ഒക്കെ ആണെങ്കിൽ പിടിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട്. അതൊക്കെ ബഡ് തന്നെയാണ്, സ്റ്റോൺ ഗ്രാഫ്റ്റ് തന്നെയാണ്. റേറ്റ് ആണെങ്കിൽ അത്യാവശ്യം വരും. അങ്ങനത്തെ പ്ലാന്റ് റേറ്റ് കൂടിയ വരും. ഇനി നമ്മള് പ്ലാവിൽ തന്നെ ഒരു വെറൈറ്റി ആണെങ്കിൽ അല്ലെ? അപ്പൊ ഇത് ചേട്ടൻ പറഞ്ഞത് ഏത് വെറൈറ്റി ആണെന്നത്? ഇത് തേൻവരിക്ക. നല്ല ടൈപ്പ് ആണ് അല്ലെ? നല്ല ടൈപ്പ്. അതിന്റെ അടയാളം ഈ കൂമ്പ് വന്നിട്ട് അതിന്റെ തലയ്ക്കൊരു ഇതിങ്ങനെ നിൽക്കും. അതൊക്കെയാണ് അതിന്റെ അടയാളം നോക്കി എടുക്കുന്നത്. അല്ല, ഇത് മുഴുവൻ തേൻവരിക്ക തന്നെയാണ്. നമുക്ക് എങ്ങനെയാ ഒരു മിഡ് ലെവൽ പ്ലാന്റ്സ്? ഇത് വില കുറവാണ് കമ്പാരിറ്റീവ്ലി അല്ലെ? ഇതിന് 60 രൂപയുള്ളൂ. 60 രൂപ റേഞ്ച് ഉള്ളൂ അല്ലെ? ഇത് നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടൂലേ? ഒരു അതില്ല, ഇത് പഴയ നാടൻ പ്ലാവാണ്. അതിൽ നിന്ന് ഒട്ടിച്ചെടുക്കണു. പക്ഷെ റിസൾട്ട് 3 വർഷമൊക്കെ പിടിക്കും. ഇത് നാടൻ ജാതിമേ നന്നായി കായ്ക്കുന്ന മരത്തിന്റെ ബഡ് എടുത്ത് വെക്കണതാണ്. ഇത് നാടൻ ജാതി എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ടുള്ളടുത്ത് ഇത് കാട്ടുജാതിയുടെ ബഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നാരായ വേരുണ്ട്, തായ്വേര്. തായ്വേര് വെള്ളത്തിൽ മുട്ടി ചീച്ചിൽ കയറും. അപ്പൊ ഇതിനാണെങ്കിൽ തായ്വേരില്ല നാടൻ ജാതിക്ക്. അപ്പൊ തെങ്ങിന്റെ വേര് മര്യമീത മാത്രമേ വരുള്ളൂ. വെള്ളക്കെട്ടുള്ള ഏരിയകളിൽ വെക്കാൻ പ്രിഫർ ചെയ്യാൻ ഇതാണ് നല്ലത്. കുഴമ്പള്ളം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലോ, വെള്ളം മുങ്ങുന്ന സ്ഥലം. അതിന് വേണ്ടിയിട്ട് അത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് അത്. ഓക്കെ. എങ്ങനെയാ ഈ ജാതിയിലെ എങ്ങനെയാ നമുക്ക് ഇതൊക്കെ വരും? ഏകദേശം ഒരു റേറ്റ് ഒക്കെ ആണെങ്കിൽ ഇത് 500 വരും. 500 റേഞ്ച്. ഇതിന് പോക്ക് കൂടുതലാ. നാടൻ ജാതിമ ബഡ് ചെയ്യുന്നതിന് പിടുത്തവും കുറവാണ്. പിടിച്ചത് തന്നെ പോക്കും വരും. അപ്പൊ അതിന്റെ കാഷ്വാലിറ്റി വെച്ച് നോക്കുമ്പോ കാട്ടുജാതിക്ക് ഒരു പ്രശ്നമില്ല, പിടിച്ചത് നന്നായി ഉണ്ടായി വരും. അപ്പൊ അതുകൊണ്ട് ഇതിന് ഇത്തിരി വില കൂടും. കാരണം ഇത് പൊതുവെ നമ്മള് വെള്ളക്കെട്ടുള്ളടത്ത് കൊണ്ടൊന്നും വെക്കാം, പ്രശ്നമില്ല നമുക്ക് അല്ലെ? നന്നായിട്ടുണ്ടാവും. അതുണ്ടാവും. ആ സ്ഥാനത്ത് അതേ ആ വലിപ്പമുള്ളതാണ് കാട്ടുജാതി ഒട്ടിച്ചത്. അത് ഇത് 450 ഉള്ളൂ. 500 രൂപയുടെ വ്യത്യാസമുള്ളൂ. അല്ല, 50 രൂപയുടെ വ്യത്യാസം. എന്നാലും നമുക്ക് 50 രൂപ കൂടിയാലും ആ ടൈപ്പ് എടുക്കണതായിരിക്കും നല്ലത്, വെള്ളമുള്ള ഏരിയകളൊക്കെ ആണെങ്കിൽ. ഇത് വിശ്വശ്രീ, കേരളശ്രീ എന്ന് പറഞ്ഞ ഹൈബ്രിഡ് വെറൈറ്റീസാ.
ഹൈബ്രിഡ് വെറൈറ്റി ആണ്. പിന്നെ റേറ്റ് കൂടും അല്ലേ? കുറച്ച് കൂടും, അതിനേക്കാളും കുറച്ച് കൂടും. ഓക്കെ. പിന്നെ നമുക്കാണെങ്കിൽ ഇപ്പുറത്തിരിക്കുമ്പോ ഇത് അബിയു പ്ലാന്റ്സ് ആണെങ്കിൽ അബിയു പ്ലാന്റ്സ്. ഇത് നമുക്ക് ആക്കി എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണോ? അല്ല, ഇത് സെയിലിന് തന്നെയാ. അബിയു ഇപ്പൊ ഗ്രാഫ്റ്റ് ഒന്നും ഇറങ്ങുന്നില്ല, ആരും ഇറക്കുന്നില്ല. 2.5 കൊല്ലം കൊണ്ട് ഉണ്ടാവും. പിന്നെ അത് ഗ്രാഫ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് ടൈം എടുക്കേണ്ട ആവശ്യമില്ല. അതെ. ഇത് ഇപ്പൊ ഓൾറെഡി സെയിലിനായിട്ടുള്ള ചെറുത്, ഇത് 270. 270. ഓക്കെ. നമ്മളവിടെ നോക്കുമ്പോ ഒരു വെറൈറ്റി ആയിട്ടൊരു ഇത് കാണുന്നുണ്ട്, ചെറുതാണ്. അപ്പൊ അത് എന്താ സംഭവം? ഞാൻ കാണിക്കാം. ഇതല്ലേ? അതെ. ഇത് കംബോഡിയൻ ഗ്രേപ്സ് എന്ന് പറയണതാ. കംബോഡിയൻ ഗ്രേപ്സ്. ഒരു 8 മാസം, 1 കൊല്ലത്തിനുള്ളിൽ ഗ്രേപ്സ് ഉണ്ടാവും. ഇതുമേ നന്നായി ഉണ്ടായി തുടങ്ങിയ ടൈമാണെങ്കിൽ ഒരു കൊലയൊക്കെ 4 കിലോ വരെയൊക്കെ ഉണ്ടാവും. വലിയ ഗ്രേപ്സ് ആണ്, പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. വലിയ വിലയുണ്ട് ഇതിന്, അത്യാവശ്യം റേറ്റും ഉണ്ട് അല്ലേ? 300 രൂപയൊക്കെ വില വരും. റേറ്റ് ആണെങ്കിൽ ഉണ്ട്. ഇത് ആൻസ് എന്ന് പറയണതാ. ആൻസ് എന്ന് പറഞ്ഞ ഇതിന്റെ ഡീറ്റെയിൽ അത്ര അറിയില്ല എനിക്ക്. അപ്പൊ പുതിയത് ഇറങ്ങിയിട്ടുള്ളത് തന്നെയാ. ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം. ഇത് മാംഗോസ്റ്റീൻ. അതാണ് മാംഗോസ്റ്റീൻ ഫോർ സെയിൽ 330 എന്ന് പറഞ്ഞത്. ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് വലുതായത്. എത്ര ഇയേഴ്സ് പിടിക്കും നമുക്ക്? അത് കൃത്യം അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോ 1 കൊല്ലം, ചിലപ്പോ 2 അല്ലെങ്കിൽ 3 കൊല്ലത്തിൽ കൂടുതൽ വരില്ല. ഇനിയിപ്പോ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാ ഈ പ്ലാന്റ് ലൂബി അല്ലേ? സീറ്റ് ലൂവി എന്ന് പറയുന്നത്. സീറ്റ് ലൂവി അല്ലേ? നമ്മളെ പുളി ലൂവിയില്ലേ, അത് അതിന് മുള്ളുണ്ടാവും. ഇതുമ്മ മുള്ളില്ല. പിന്നെ അതിന്റെ ഭയങ്കര പുളിയാണെന്ന് അറിയാലോ. ഇത് നല്ല മധുരം തന്നെയാ. നല്ല കറുത്ത കളറ് വരുമ്പോ നല്ല മധുരവും. ചുവപ്പ് നിറത്തിലൊക്കെ ആകുമ്പോ ഇത് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കുറവാകും. അത്യാവശ്യം റേറ്റും വരുന്നുണ്ട്. ഇത്ര പോകുന്നതിനൊക്കെ 300 രൂപയൊക്കെ. ഇപ്പൊ ഇപ്പഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ വെറൈറ്റി ആണെങ്കിൽ ഇരിക്കുന്നുണ്ട് അല്ലേ? ഇത് എന്ത് ടൈപ്പ് വരണത്? ഇത് ഒരു പുതിയ അവക്കാഡോ, പുതിയ ഒരു വെറൈറ്റിയാ. ഈജിപ്ഷ്യൻ അവക്കാഡോ എന്നാണ് ഇവിടെ കേട്ടേക്കണത് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇത് പുതിയതായിട്ട് വന്നിട്ടുള്ളൂ. ഇത് പുതിയതായിട്ട് വന്നിട്ടുള്ളൂ. അതിന്റെ റേഞ്ച് ഒക്കെ ആണെങ്കിൽ ഇത് വില കൂടിയതാ. 500 രൂപയൊക്കെ വില വരുന്നുണ്ട്. വേറെ ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അവിടെ ട്രോപ്പിക്കൽ അവക്കാഡോ എന്ന് പറയുന്നത് ഇതാണ്. ഇത് 150 രൂപയുള്ളൂ ഇവിടെ. റേഞ്ച് വരുന്നുള്ളൂ. സംഭവം ഉണ്ടാവൂല? അത് ഉണ്ടാവും. അല്ല, എല്ലാം ചെടിയുടെ കാര്യങ്ങൾ ആർക്കും അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ പറയണത് സാധാരണഗതിയിൽ ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ അർത്ഥമുള്ളത്. ഇനിയിപ്പോ നമുക്കാണെങ്കിൽ വാഴകളുണ്ട് അല്ലെ? ഇത് ടിഷ്യൂ വാഴയാണ് അല്ലെ? അതെ. ടിഷ്യൂ വാഴകളുണ്ട്. നല്ലതാണ് അല്ലെ? നല്ല തന്നെയാ. അപ്പൊ ഇതില് ഏത് വെറൈറ്റി? ഇത് പൂവമ്പഴത്തിന്റെ ആണ് അല്ലെ? അത് നേന്ത്രക്കായാണ് അല്ലെ? അതെ. റോബസ്റ്റി ഉണ്ടായിരുന്നു. ഇത് റോബസ്റ്റിയാണ്. റോബസ്റ്റ കഴിഞ്ഞിരിക്കുക. ഇപ്പൊ ഇതും വലിയ റേറ്റ് ഒന്നും വരുന്നില്ലേ? ഇത് 25 രൂപയുള്ളൂ. 25 രൂപയുള്ളൂ. പക്ഷെ നമുക്ക് നേന്ത്രക്കായ്ക്ക് ഉണ്ടായി കഴിഞ്ഞാൽ 4 ഇരട്ടി വിലയുണ്ട്. വില അല്ല, ഇത് തന്നെ ടിഷ്യൂ കൾച്ചറൊക്കെ നല്ല വെറൈറ്റിയുടെ തന്നെ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് ഇത്തിരി കൂടി നമ്മുടെ കന്ന് വയ്ക്കുന്നതിലും കുറച്ചും കൂടി മെച്ചപ്പെടും. ഇത് അബിയു വലിയത്, ഹോം ഗ്രോണിന്റെ വലിയ പ്ലാന്റ് ആണ് അല്ലേ? വലിയ പ്ലാന്റ്. അതെ, ഹോം ഗ്രോണിന്റെ ബ്രാൻഡ്. ഇപ്പൊ അതിനാണെങ്കിലും അത്യാവശ്യം കൂടുതലുണ്ട്. ഏകദേശം ഒരു 600 രൂപയ്ക്ക് ഉണ്ടാവൂലേ? ഇല്ല, 450 രൂപ ഉള്ളൂ. 450 രൂപ ഉള്ളൂ. ചേട്ടാ, നമ്മളിപ്പോ ഇപ്പൊ എല്ലാ ആൾക്കാരും ഈ നാടൻ മാവുകളൊക്കെ ആണെങ്കിൽ പൊതുവെ ആൾക്കാരും മറന്നു തുടങ്ങി അല്ലെ? എല്ലാ ആൾക്കാരും വലിയ വലിയ പ്ലാന്റുകളിലോട്ടാണ്. ശരിയാ. ഇപ്പൊ ഇവിടെ 2-3 പ്ലാന്റുകൾ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഇതില് ഏതെങ്കിലും നമുക്ക് നാടൻ മാവുകളൊക്കെ ഉണ്ട് അതിലാണെങ്കിൽ? ഇത് മൂവാണ്ടനാണ്. മൂവാണ്ടൻ നമ്മുടെ നാട്ടിലെ മൂവാണ്ടൻ മാവാണത്. അപ്പുറത്ത് ഇരിക്കുന്നു മൂവാണ്ടൻ മാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? മൂവാണ്ടൻ, 3 കൊല്ലം. ഒരു അണ്ടി കുഴിച്ചിട്ടാ 3-ാം കൊല്ലം തൊട്ട് മാങ്ങയുണ്ടാവും. അതാണ് അതിന്റെ അർത്ഥം. എല്ലാവരും ബെഡ് വേണ്ടോ പറയും. ഇത് മൂവാണ്ടൻ മാർക്കറ്റിൽ നിന്ന് 1 കിലോ മാങ്ങ മേടിച്ചാൽ നമുക്ക് തൈയായി, 3-ാം കൊല്ലം കായായി. അതാണ് അതിന്റെ അർത്ഥം. പക്ഷെ എല്ലാവർക്കും ബഡ്ഡ വേണ്ടു. എന്നിട്ട് 4 കൊല്ലം പിടിക്കുകയും ചെയ്യും കായാവാൻ. 4 കൊല്ലം എന്നല്ല, ഓരോ കൊല്ലം തന്നെ, അതൊക്കെ കൊല്ലങ്ങളിൽ തന്നെ ഉണ്ടാവും. അതിന്റെ അപ്പുറത്തേക്ക് എന്താണെന്നുണ്ടെങ്കിൽ അത് പ്രിയൂര്. അത് നമുക്ക് പെട്ടെന്നാവും അല്ലെ? അല്ല, അത് അണ്ടി കുഴിച്ചിട്ട് പ്രിയൂര് ഉണ്ടാവില്ല. അതൊക്കെ ക്രോസ് ചെയ്തിട്ടുള്ളതല്ല, അതിന് ഒറിജിനല് കിട്ടില്ല. അതിന്റെ ഇതേമാതിരിയുള്ള ടൈപ്പുകൾ അതൊക്കെ ബഡ് ചെയ്യണം. അതേ സെയിം വെറൈറ്റി കിട്ടാനാണ് നമ്മൾ ഇപ്പൊ ഈ ഗ്രാഫ്റ്റിങ്ങും ബഡിങ്ങും ഒക്കെ ചെയ്യുന്നത്. ഇതിന് അതിന്റെ ആവശ്യമില്ല.
അപ്പൊ ഇതിന് എങ്ങനെയാ പ്രൈസ് വരുന്നത് ഇതിനൊക്കെയാണെങ്കിൽ നാടൻ മാവുകള്? അതൊക്കെ 120, 130 ഒക്കെ വരുള്ളൂ. ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. നമ്മള് മിൽക്ക് ഫ്രൂട്ട് അല്ലേ? മിൽക്ക് ഫ്രൂട്ട് ഇത് കായുണ്ട് അല്ലേ? പൂവാണത്. കായ ആവണല്ലോ. ഇതിപ്പോ അധികം ഇയേഴ്സ് ഒന്നും വേണ്ട, ഇപ്പൊ തന്നെ ഉണ്ടാവും. ഇത് കായ്ക്കുന്ന മരത്തിന്റെ കൊമ്പാണ് ഒട്ടിക്കുന്നത്. അതാണ് അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത്. ഇപ്പൊ ഇത് ഇങ്ങനെയുള്ള കുറെ പ്ലാന്റുകൾ ഇരിക്കുന്നുണ്ട് അല്ലെ? ഇതൊക്കെ ഇത് മുഴുവൻ ഇവിടെ തന്നെ ഒട്ടിച്ചതാ. ഈ സ്റ്റാർ ഫ്രൂട്ട് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാ നമ്മൾ റേറ്റ് ഒക്കെ ആണെങ്കിൽ എത്ര വരുന്നത്? ഇതിന് ഇപ്പൊ ഒട്ടിച്ച് പൂത്തൊക്കെ ഇരിക്കണതല്ലേ, ഇത്തിരി കൂടെ 350 രൂപ റേഞ്ച് വരില്ല. ഇതിന്റെ തയ്യാണ് അത്. ചെറിയ വരി ഇത് ഇവിടെ തന്നെ ഉണ്ടാവുന്ന മരത്തിന്റെ കുരു എടുത്ത് പാവിയ തൈ ഉണ്ടാക്കിയതാ അത്. ഓക്കെ. പിന്നെ നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ ലോങ്ങന്റെ പ്ലാന്റ് അല്ലേ? ലോങ്കൻ ഒട്ടിക്കുന്നു. ഗ്രാഫ്റ്റിംഗ് ആണെങ്കിൽ അതുമെന്നാണെങ്കിൽ ചെയ്തെടുക്കാണ് അല്ലെ? എല്ലായിടത്തും ചെയ്തിട്ടുണ്ട് അല്ലെ? ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചേട്ടാ, ഇതിപ്പോ നമ്മളെ നാംഡോക്ക് മൈ എന്ന് പറഞ്ഞ മാങ്ങയാണ് അല്ലേ? ഇതിപ്പോ ഇത് അവിടെ ഇവിടെ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് സംഭവം? അത് ഞാൻ ഇവിടെ ബഡ് ചെയ്യണത്, ബഡ് ചെയ്യാൻ വേണ്ടി താഴെ വെച്ചേക്കണ വിൽപ്പനയ്ക്കല്ല. അങ്ങനെ അവിടെയും ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട്. അതിന്റെ ഇത് എടുത്തിട്ട് നാടൻ മാവും തയ്യുമ്പോ ബഡ് ചെയ്യും. ഓൾറെഡി ഇത് ബഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആയി. അതെ അതിന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അല്ല, ഇത് ഇവിടെ തന്നെ പൂത്തതൊക്കെ തന്നെയാ. അപ്പൊ ഇവിടെ വിൽക്കണ പ്ലാന്റുകളൊക്കെ മാക്സിമം ഇവിടെ തന്നെ ചെയ്യണത് അല്ലേ? ഇവിടുന്ന് തന്നെയാണ് ചെയ്യുന്നത്. ഭൂരിഭാഗവും ഇവിടെ തന്നെയാണ് വാങ്ങി ചെയ്യണതും ഉണ്ട്. കുറച്ചൊക്കെ ക്വാളിറ്റി ഉള്ളത് മാത്രമേ കൊടുക്കണം. അത് മാത്രമേ കൊടുക്കുള്ളൂ. അല്ല, നമുക്ക് പൂർണ്ണ ബോധ്യമുള്ളത് ഇതുണ്ടാവുന്നുള്ള ബോധ്യം. കാരണം വീട്ടിൽ കൊണ്ടുപോയിക്കുമ്പോ തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പൊ അതിനുള്ള ബോധ്യമുള്ള കൊടുക്കുന്നത് അല്ലേ? അപ്പൊ ഇതാണ് സംഭവം അല്ലേ? അപ്പോ നാംഡോക്ക് മൈ ഇന്ന് നല്ലൊരു ടൈപ്പ് മാങ്ങയാണ് അല്ലെ? ഇത് ഏറ്റവും നല്ല മാങ്ങ തന്നെയാ. നല്ല ഒരു ടൈപ്പാണ്. വേഗം ഉണ്ടാവും, നിറയെ ഉണ്ടാവും, നല്ല കളറാണ്, പല ഗുണങ്ങളും ഉള്ളതാ. പുതിയ വെറൈറ്റി ഇറങ്ങിയതാ. അവിടേക്ക് ഇറങ്ങിയിട്ട് 2 കൊല്ലമൊന്നും ആയിട്ടില്ല തോന്നുന്നു. ഓക്കെ. അപ്പൊ ഇന്നിപ്പോ മാക്സിമം നമ്മൾ ഇൻഫർമേഷൻ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ? കുറെ അധികം പ്ലാന്റുകളുടെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ മാക്സിമം ഇൻഫോർമേറ്റീവ് ആയി വിചാരിക്കുന്നു.